Hello, dear students. Today we are going to discuss major text beyond boundaries, exploring diverse fictional world. That means reading fiction. There is a remaining chapter that is in page number 137, unit number 4, The Game of Life, written by Naomi Brad. And that chapter includes, or that came in module 2, narrative techniques, where the fourth chapter is the game of life. Okay, page number 137 of reading fiction. We can see what is the chapter about. ഈ ചാപ്റ്റർ പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. ലിറ്ററേച്ചറിൽ വരുന്ന ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. ഈ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ സിനിമയുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ളൊരു സിനിമയാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ മെറ്റാഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെക്കുറിച്ചിട്ടുള്ളൊരു സിനിമ. ഉദയനാണ് താരം ഒരു സിനിമയാണ്. ആ സിനിമയുടെ ഉള്ളിൽ മറ്റൊരു സിനിമ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഒരു മെറ്റാഫിലിമാണ്. അപ്പോൾ ഒരു ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് കണക്ഷൻസ് വിത്ത് മെറ്റാ സ്റ്റോറി, മെറ്റാ ഫിക്ഷൻ, ഒരു കഥയ്ക്കുള്ളിലെ മറ്റൊരു കഥ, ഒരു കഥയിലെ മറ്റൊരു കഥ എന്നുള്ള അർത്ഥത്തിലാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ ഹൈപ്പർ ടെക്സ്റ്റും ലിറ്ററേച്ചറിൽ പറയുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ, ലിറ്ററേച്ചർ ക്യാരക്ടറൈസ്ഡ് ബൈ നോൺ ലീനിയർ ലിങ്ക്സ്, അതായത് ലീനിയർ അല്ലാത്ത ലിങ്കിലൂടെ. നമ്മുടെ ട്രഡീഷണലി നമ്മൾ കാണുന്ന ടെക്സ്റ്റുകളൊക്കെ ഒരു പേജ് മറിച്ചിട്ട് അടുത്ത പേജ് മറിച്ചിട്ട് ഒരു ചാപ്റ്റർ കഴിഞ്ഞ് രണ്ടാമത്തെ ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ, അങ്ങനെ കഥകളും നോവലുകളും അങ്ങനെയായിട്ട് പോകുന്നതിനാണ്. അങ്ങനെ അല്ലാതെ ഒരു ലീനിയർ പ്രോഗ്രഷൻ ഇല്ലാതെ ടെക്സ്റ്റുകൾ കണക്ഷൻ ഉണ്ടാക്കുന്നതിന്, കഥ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ടു സെക്ഷൻസ് ഓഫ് ടെക്സ്റ്റ്, അതിനെ നമ്മൾ നോട്ട്സ് ആൻഡ് ലെക്സിയാസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അലോയിങ് റീഡേഴ്സ് ടു ചൂസ് ദെയർ ഓൺ പാത്ത്സ്, നമുക്ക് നമ്മുടേതായ രീതിയിൽ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥ, അല്ലെങ്കിൽ ആ കഥയിൽ നിന്ന് മറ്റൊരു കഥ, അങ്ങനെ ലിങ്കിലൂടെ കഥകൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് ലിറ്ററേച്ചർ എന്ന് പൊതുവേ പറയാറുള്ളത്. ഹൈപ്പർ ടെക്സ്റ്റ് ലിറ്ററേച്ചറിന് ചിലപ്പം ഇലക്ട്രോണിക് ലിറ്ററേച്ചർ എന്നും ചില സമയത്ത് പറയാറുണ്ട്. ദിസ് കോൺസെപ്റ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ വാനവർ ബുഷ് ഇൻ 1945 ആൻഡ് ദ കീ കോൺസെപ്റ്റ് ഓഫ് ഹൈപ്പർ ടെക്സ്റ്റ് കോയിൻഡ് ബൈ ടെഡ് നെൽസൺ ഇൻ 1965 ടു ഡിസ്ക്രൈബ് നോൺ സീക്വൻഷ്യൽ റൈറ്റിംഗ്. നമ്മുടെ ഒരു തുടർച്ചയിൽ രീതിയിലില്ലാതെ, ലീനിയർ ആയിട്ടുള്ള രൂപത്തിലില്ലാതെ, അതിനാണ് നമ്മൾ നോൺ സീക്വൻഷ്യൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റ് മുമ്പോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ടെഡ് നെൽസൺ 1965 കോയിൻ ചെയ്ത വാക്കാണ് ഹൈപ്പർ ടെക്സ്റ്റ്. ഡിജിറ്റൽ നേച്ചർ പ്രൈമർലി എക്സിസ്റ്റ് ഇൻ ഡിജിറ്റൽ എൻവയൺമെൻറ്റ്. ഈ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് പൊതുവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഡിജിറ്റൽ എൻവയൺമെൻറ്റിലാണ്. ഓൺലൈൻ, വെബ്, ഇങ്ങനെയുള്ള ബ്ലോഗ്, ഇങ്ങനെയുള്ള റൈറ്റിങ്സിലൂടെ നമുക്ക് ഇത് കാണാൻ പറ്റും. വേർ റീഡേഴ്സ് നാവിഗേറ്റ് ബൈ ക്ലിക്കിംഗ്. അപ്പോൾ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു സ്റ്റോറിയിലേക്ക് എത്തുന്നു. അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ ഈ ഡിജിറ്റൽ നേച്ചർ അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോർ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ അനാലിസിസ്. ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ദാറ്റ്, ഓർ ഫസ്റ്റ് ഫീച്ചർ ഈസ് ദാറ്റ് നോൺ ലീനിയാരിറ്റി. അതിന് നോ ഫിക്സ്ഡ് സീക്വൻസ്, പ്രത്യേകിച്ചൊരു രൂപമോ ഭാവമോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദ റീഡേഴ്സ് ചോയ്സസ് ഡിറ്റർമിൻസ് ദ നറേറ്റീവ് ഫ്ലോ. കഥ എങ്ങനെ മുൻപോട്ട് പോകണം എന്നുള്ളത് വായനക്കാരന് തീരുമാനിക്കുക. അതാണ് റീഡേഴ്സിനൊരു ചോയ്സ് ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നോൺ ലീനിയാരിറ്റി എന്നതിനെക്കുറിച്ച് പറയുന്നത്. സെക്കൻഡ് ഈസ് ഇൻ്ററാക്ടിവിറ്റി. റീഡേഴ്സ് ആർ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് റാദർ ദാൻ പാസീവ് ഒബ്സർവേഴ്സ്. റീഡേഴ്സ് ഇവിടെ വളരെ ആക്റ്റീവായിട്ട് ഈ കഥയിൽ, ഇങ്ങനത്തെ കഥയിൽ, ഹൈപ്പർ ടെക്സ്റ്റ് സ്റ്റോറികളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്.
മൂന്നാമത്തത് ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറീസ് ആർ ബ്രോക്കൺ ഇൻ ടു സ്മോൾ ആൻഡ് ഇൻ്റർ കണക്റ്റഡ് സെഗ്മെൻറ്റ്സ് കോൾഡ് ലെക്സിയാസ്. ലെക്സിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ചെറിയ ചെറിയ കഥകളാക്കിയിട്ട് ഇതിനെ ഇൻ്റർ ലിങ്കുകൾ വഴി എന്ത് ചെയ്യുന്നു, കണക്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സ്റ്റോറീസ് ആർ ബ്രോക്കൺ ഇൻ ടു സ്മോൾ ഇൻ്റർ കണക്റ്റഡ് സെഗ്മെൻറ്റ്, ദാറ്റ് ഈസ് നോൺ ആസ് ലെക്സിയാസ്. ദെൻ മൂന്നാമത്തത് മൾട്ടി മൊഡാലിറ്റി, ഓഫൺ മേർജസ് ടെക്സ്റ്റ് വിത്ത് ഇമേജസ്, ഓഡിയോ ആൻഡ് വീഡിയോ. ഈ ഹൈപ്പർ ടെക്സ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഇമേജസ്. ഇമേജസിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു കഥയിലോട്ടെത്തുന്നു, സ്റ്റോറിയിലെത്തുന്നു. ഓർ ചിലപ്പോൾ ഒരു ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഓഡിയോ കേൾക്കാൻ പറ്റുന്നു. അത് ഓതറുടേതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാരക്ടറിൻ്റേതാവാം, അങ്ങനെയുള്ള രീതിയിൽ. ആൻഡ് വീഡിയോ ഇതിൽ പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. വീഡിയോ അടക്കം നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനത്തെ സ്റ്റോറികൾ നമുക്ക് ഓൺലൈൻ ഡിജിറ്റൽ വേൾഡിൽ എഴുതാൻ കഴിയും. വീഡിയോ ടു ക്രിയേറ്റ് എ ഹൈപ്പർ മീഡിയ എക്സ്പീരിയൻസ്. ഹൈപ്പർ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു സങ്കരയിനം, ഇമേജ്, ഓഡിയോ, വീഡിയോ, ടെക്സ്റ്റ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഹൈപ്പർ മീഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹൈപ്പർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി മൊഡാലിറ്റി ഉള്ള രൂപത്തിലാണ് ഇതെപ്പോഴും നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ട്രഡീഷണൽ ടെക്സ്റ്റ് ഒരു ലീനിയർ പ്രോഗ്രഷൻ ആയിരിക്കും. നോർമൽ ടെക്സ്റ്റ് ഒരു പേജിൽ നിന്ന് അടുത്ത പേജ്, ആ പേജിൽ നിന്ന് അടുത്ത പേജ്. പക്ഷേ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു ലീനിയാരിറ്റി, ഒരു സീക്വൻസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇവിടെ ഈ റെഡിൽ നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലാകും. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആദ്യ പേജ്, ദെൻ അവസാന നടുവിലത്തെ പേജ്, ദെൻ മറ്റൊരു കഥ, ആ കഥയിൽ നിന്ന് വീണ്ടും ഫസ്റ്റ് കഥയിലോട്ട്, ഇങ്ങനെ ഒരു ഇൻ്റർ ലിങ്ക്ഡ് ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ആയിരിക്കും എപ്പോഴും ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇതിൻ്റെ സ്ട്രക്ചറൽ മോഡൽസ് എന്ന് പറയുന്നത്, ഇത് ആക്സിയൽ എന്ന് പറയുന്നൊരു മോഡൽ ഇതിനുണ്ട്. അതിന് സിംപ്ലസ്റ്റ് ഫോമാണ്. ഫോളോയിങ് എ സ്ട്രൈറ്റ് പാത്ത് ബട്ട് വിത്ത് സം ബ്രാഞ്ചിങ് ഓപ്ഷൻസ്. കഥ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ചിലപ്പം അതിനൊരു ബ്രാഞ്ച് ചെയ്തുകൊണ്ട് മറ്റൊരു കഥയിലോട്ട് ഇത് ചിലപ്പം ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ ആക്സിയൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ആണ് അർബോസെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ട്രീ ലൈക്ക് ബ്രാഞ്ചിങ് സ്ട്രക്ചർ വിത്ത് വൺ ബിഗിനിങ് ബട്ട് മെനി പോസിബിൾ എൻഡിങ്സ്. അപ്പം ഒരു മരത്തിന് എങ്ങനെയാണോ ചില്ലകൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ശാഖകൾ ഉണ്ടാവുന്നത്, അതേപോലെ ഒരു കഥ തുടക്കത്തിൽ ഉണ്ടാക്കും. ആ കഥയിൽ നിന്ന് മറ്റൊരു കഥയിലോട്ട്, ചില്ല പോലെ മറ്റൊരു കഥയിലോട്ട് ഇങ്ങനെ കയറിപ്പോകുന്നു. അങ്ങനെ അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പോസിബിൾ എൻഡിങ്സ്, മെനി പോസിബിൾ എൻഡിങ്സ് ഉണ്ടാവുന്നതിനാണ് നമ്മൾ അർബോസെൻറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് നെറ്റ്വർക്ക്ഡ്, എ കോംപ്ലക്സ് സിസ്റ്റം ഓഫ് ഇൻ്റർ കണക്റ്റഡ് നോഡ്സ് വിത്ത് നോ ഡൊമിനൻ്റ് സ്റ്റാർട്ടിംഗ് ഓർ എൻഡിങ് പോയിൻ്റ്. പ്രത്യേകിച്ച് തുടക്കമോ അവസാനമോ ഒന്നുമില്ലാതെ ഒരു കോംപ്ലക്സ്, ഒരു കുറച്ച് സങ്കീർണമായിട്ടുള്ളൊരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ളൊരു കഥാ സിസ്റ്റം അല്ലെങ്കിൽ ഒരു കഥകൾ ഈ ഹൈപ്പർ ലിങ്കിലൂടെ കാണിച്ചു തരുന്നു. ദെൻ ലെയേർഡ് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ലെവൽസ് സച്ച് ആസ് ടെക്സ്റ്റ് ലെയർ ഓവർ എ മൾട്ടിമീഡിയ ലെയർ. മൾട്ടിമീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ, അതേപോലെ ഓഡിയോ, അതേപോലെ ഇമേജസ്, അതേപോലെ ടെക്സ്റ്റ് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ഒരു കഥയും ആവാം. അതിനാണ് നമ്മൾ ലെയേർഡ് എന്ന് പറയുന്നത്. കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ലെവൽസ് സച്ച് ആസ് ടെക്സ്റ്റ് ലെയർ ആയിരിക്കാം ഓവർ മൾട്ടിമീഡിയ. മൾട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹു എന്നുള്ള മീനിങ് ആണ് അല്ലേ. അപ്പം അതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇതിൻ്റെ മോഡൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ് മേജർ ലിറ്റററി എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഏർലി ആയിട്ടുള്ളൊരു ഡിജിറ്റൽ പയനീഴ്സാണ് ആഫ്റ്റർനൂൺ എ സ്റ്റോറി എന്ന് പറയുന്നത്. 1987 മിക്കൈൽ ജോയ്സ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയിരിക്കുന്ന കഥയാണ്. അപ്പോൾ ഇതൊരു ഹൈപ്പർ ടെക്സ്റ്റിന് ഉദാഹരണമാണ്. പിന്നെ രണ്ടാമത്തേതാണ് പാച്ച് വർക്ക് ഗേൾ, 1995 ബൈ ഷെല്ലി ജാക്സൺ എഴുതിയിരിക്കുന്നതാണ് പാച്ച് വർക്ക് ഗേൾ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇത് ബ്ലൂ ഒരു അണ്ടർലൈൻ ചെയ്തുകൊണ്ട് ബ്ലൂവിൽ കൊടുത്തിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മറ്റൊരു ലിങ്കിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലുള്ള സ്റ്റോറി ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് നോക്കാം. താഴെ വരുന്നുണ്ട്. ഇറ്റ് ഈസ് എ റീവർക്കിംഗ് ഓഫ് ഫ്രാങ്കൻസ്റ്റൈൻ. പാച്ച് വർക്ക് ഗേൾ എന്ന് പറയുന്നത് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന
എന്താണ് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന കഥയുടെ മേരി ഷെല്ലിയുടെ, അതായത് നമ്മളിപ്പോൾ പഠിക്കുന്നതിൻ്റെ 4ാമത്തെ മൊഡ്യൂൾ 2-ൽ 4ാമത്തെ ചാപ്റ്ററിൻ്റെ തൊട്ട് മുകളിലത്തെ 3ാമത്തെ ചാപ്റ്റർ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്നതിൻ്റെ നരേറ്റീവ് ടെക്നിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു റീവർക്കിംഗ് ആയിട്ടാണ് പാച്ച് വർക്കുകൾ എന്ന് പറയുന്ന ഒരു ഹൈപ്പർ ടെക്സ്റ്റ് സ്റ്റോറി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ഫ്രാഗ്മെൻറ്റഡ് ടെക്സ്റ്റ്, ബ്രോക്കൺ ആയിട്ടുള്ള, പ്രത്യേകിച്ച് മീനിങ്ങോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല ഇങ്ങനത്തെ കഥകളിലൂടെ. ദെൻ ഇതിൻ്റെ പ്രിഡിസിസൻസ്, അതായത് പ്രിൻ്റിൽ ഇതിൻ്റെ വന്നതാണ് ജോർജ് ലൂയിസ് ബോർഗസിൻ്റെ ദ ഗാർഡൻ ഓഫ് ഫോക്കിംഗ് പാത്സ്. അപ്പോൾ നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഡിജിറ്റൽ ലോകത്ത് വരുന്ന സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഡിജിറ്റൽ ലോകത്ത് ഇൻ്റർനെറ്റും ഓൺലൈനും ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ വരുന്നതിന് മുൻപ് ടെക്സ്റ്റിൽ തന്നെ ഹൈപ്പർ ടെക്സ്റ്റ് ആയിട്ട് വന്ന ടെക്സ്റ്റുകളുണ്ട്. ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ബുക്കിൻ്റെ ഉള്ളിൽ തന്നെ ഹൈപ്പർ ടെക്സ്റ്റ് ആയിട്ട്. അതിനൊരു എക്സാമ്പിളാണ് ദ ഗാർഡൻ ഓഫ് ഫോർക്കിംഗ് പാത്സ് എന്ന് പറയുന്നത് ബോർഗസിൻ്റെ. ദെൻ പെയിൽ ഫയർ 1962 വ്ളാദിമിർ നബോക്കോവിൻ്റെ. ദെൻ ഹോപ്പ് സ്കോച്ച് എന്ന് പറയുന്നത് ജൂലിയോ കോഡ്സാസറുടെ 1963. ഇതൊക്കെ പ്രിൻറ്റിൽ വന്ന ഹൈപ്പർ ടെക്സ്റ്റുകളാണ്. നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഡിജിറ്റൽ മേഖലയിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഓൺലൈൻ മേഖലയിൽ, ഇലക്ട്രോണിക് മേഖലയിൽ വന്നിരിക്കുന്ന ഹൈപ്പർ ടെക്സ്റ്റുകളാണ്. അപ്പോൾ ഇലക്ട്രോണിക്സിൽ വരുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയിൽ ഹൈപ്പർ ടെക്സ്റ്റ് വരുന്നതിന് മുൻപ് തന്നെ പ്രിൻറ്റിൽ നമുക്ക് കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് പേജസിൽ പ്രിൻറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഹൈപ്പർ ടെക്സ്റ്റുകൾ മുൻപുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് കണക്ഷൻ വിത്ത് പോസ്റ്റ് മോഡേണിസം. ഉത്തരാധുനിക യുഗത്തിൽ ഇതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹൈപ്പർ ടെക്സ്റ്റ് എംബഡീസ് പോസ്റ്റ് മോഡേൺ തീംസ് ലൈക്ക് ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് കാണിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്, ബ്രോക്കൺ ആയിട്ട് കാണിക്കുക. പ്രത്യേകിച്ച് മീനിങ് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ മീനിങ് ഉണ്ടായിക്കൊള്ളുന്നില്ല, അതിനെ കണക്ട് ചെയ്യുമ്പോൾ, റിലേറ്റ് ചെയ്യുമ്പോൾ മീനിങ് ഉണ്ടാകും. ഓക്കെ, ക്വസ്റ്റ്യനിങ് ഓഫ് അതോറിറ്റി. ഒരു റൈറ്ററുടെ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓതർ അല്ലെങ്കിൽ റൈറ്റർ, അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി. രണ്ട് ടെക്സ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നതൊക്കെ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഫീച്ചറാണ്. അപ്പം പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഹൈപ്പർ ടെക്സ്റ്റിൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഒരു തിയറിയാണ് റീഡർ റെസ്പോൺസ് തിയറി. അത് ലിറ്ററേച്ചറിലുള്ളൊരു റീഡർ റെസ്പോൺസ് തിയറി. ദ റീഡേഴ്സ് ഇൻട്രാക്ഷൻസ് ആൻഡ് ചോയ്സസ് ആക്റ്റീവ്ലി കൺസ്ട്രക്ട് ദ സ്റ്റോറീസ് മീനിങ്. ഈ കഥയുടെ അർത്ഥവും അതിൻ്റെ ഒരു തീമാറ്റിക് എക്സ്പ്ലോറേഷനൊക്കെ റീഡറുടെ റെസ്പോൺസിൽ നിന്ന് റീഡർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, റീഡറിൻ്റെ ചോയ്സസിൽ നിന്ന് അതിൻ്റെ മീനിങ്ങുകൾ കണ്ടെത്താൻ പറ്റും. അതിനാണ് നമ്മൾ റീഡർ റെസ്പോൺസ് തിയറി. സോ റീഡർ റെസ്പോൺസ് തിയറി ഹാസ് സം ഇൻഫ്ലുവൻസ് ഇൻ ഹൈപ്പർ ടെക്സ്റ്റ്. ഓക്കെ, അടുത്തതാണ് ഇമ്പാക്റ്റ് ഓൺ ഓതർഷിപ്പ് ആൻഡ് റീഡർഷിപ്പ്. ഡീസെൻട്രലൈസ്ഡ് ഓതർഷിപ്പ്. ഈ ഹൈപ്പർ ടെക്സ്റ്റിന് എപ്പോഴും ഒരു ഡീസെൻട്രലൈസ്ഡ് ഓതർഷിപ്പാണ് ഉള്ളത്. അത് പ്രത്യേകിച്ച് ഓതറിന് ഇതിന് പ്രത്യേകിച്ച് റോൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഡീസെൻട്രലൈസ്ഡ് ഓതർഷിപ്പ് എന്ന് പറയുന്നത്. ദ ഓതർ ഡിസൈൻസ് ദ പാത്സ് ബട്ട് ദ റീഡർ റൈറ്റ്സ് സ്പെസിഫിക് സ്റ്റോറി ദ എക്സ്പീരിയൻസ്. അപ്പം ഓതർ ഒരു പാത്ത്, ഒരു വഴി ചിലപ്പോൾ നമുക്ക് മുൻപിൽ വെച്ച് തരും. അതിൻ്റെ ബാക്കിയുള്ള സ്റ്റോറി, കഥ നരേറ്റ് ചെയ്യുന്നത്, കഥ എഴുതുന്നതൊക്കെ ചിലപ്പോൾ റീഡർ ആയിരിക്കും. അപ്പോൾ റീഡർ ഈസ് ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ഇൻ ദ സ്റ്റോറി. റീഡർ ഈസ് ഓൾസോ ദ ക്രിയേറ്റർ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. സ്പെസിഫിക് സ്റ്റോറി ദ എക്സ്പീരിയൻസ്. ദെൻ ആക്റ്റീവ് റീഡിങ് ഷിഫ്റ്റ് ദ റീഡർ ഫ്രം എ പേജ് ടേണർ ടു എ നാവിഗേറ്റർ. ഒരു പുസ്തകം മറിക്കുന്ന ഒരു വായനക്കാരിൽ നിന്ന് മാറിയിട്ട് ഒരു റീഡർ ഇവിടെ എന്തായിട്ട് മാറുന്നു? ഒരു നാവിഗേറ്ററായിട്ട് മാറുന്നു. നമുക്കറിയാം, നാവിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് മറ്റൊരു വെബ്സൈറ്റിലോട്ട്, ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിൽ അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ നാവിഗേഷൻ എന്ന് പൊതുവെ പറയാറുള്ളത്, അല്ലേ? അപ്പം ഡിജിറ്റൽ വേൾഡിലാണ് നാവിഗേറ്റർ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. റീഡർ ഇവിടെ എന്തായിട്ട് മാറുന്നു? ബിക്കംസ് എ നാവിഗേറ്റർ. ദെൻ ഓപ്പൺ എൻഡഡ്നെസ്. അപ്പം എപ്പോഴും ഈ ഹൈപ്പർ ടെക്സ്റ്റ് കഥകൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം, എപ്പോഴും ഇതൊരു ഓപ്പൺ എൻഡഡ് ആയിരിക്കും. ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടേതായ മീനിങ് ഇതിന് കൽപ്പിക്കാം എന്നുള്ളതാണ്. മെനി വർക്ക്സ് ലാക്ക് എ ഡെഫിനിറ്റീവ് കൺക്ലൂഷൻ. പ്രത്യേകിച്ച് കൺക്ലൂഷനോ കഥക്കൊരു എൻഡിങ്ങോ ചിലപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എൻഡിങ് ഓൺലി വെൻ ദ റീഡർ ചൂസസ് ടു സ്റ്റോപ്പ്. ഇവിടെ എപ്പോഴാണ് ഈ കഥ അവസാനിക്കുന്നത്, എപ്പോഴാണോ ഈ റീഡർ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിർത്താൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ മാത്രമേ ഈ ഹൈപ്പർ ടെക്സ്റ്റഡ്
ഹൈപ്പർ ടെക്സ്റ്റ് കഥകൾ അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എൻഡ്ലെസ് ആണ്. ഇതിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും, നാവിഗേഷൻ അനുസരിച്ച് കൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. ഹൈപ്പർ ടെക്സ്റ്റ് സ്റ്റോറീസ് ഓർ ഇലക്ട്രോണിക് ലിറ്ററേച്ചർ ദാറ്റ് ഇമാജിൻ യു ആർ റീഡിങ് എ ബുക്ക് ആസ് യു കം അക്രോസ് എ വേർഡ് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദെൻ യു ക്യാൻ സിംപ്ലി ടച്ച് ഇറ്റ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൺലൈനിലൊക്കെ വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈവൻ വാട്സപ്പിൽ പോലും ഒരു ലിങ്ക് ആണെങ്കിൽ, യൂട്യൂബിലേക്കുള്ളൊരു ലിങ്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലേക്കുള്ളൊരു ലിങ്ക് ആണെങ്കിൽ, ആ ലിങ്കിൻ്റെ മുകളിൽ അല്ല ആ വേർഡിൻ്റെ മുകളിൽ ടച്ച് ചെയ്താൽ മതി, അത് പെട്ടെന്ന് മറ്റൊരു വെബ് പേജായിട്ട് മാറുന്നത് നമുക്ക് കാണാം അല്ലേ. ഇൻസ്റ്റൻ്റ്ലി ബി ടേക്കൺ ടു അനദർ പേജ് വിത്ത് ഇറ്റ്സ് ഡെഫിനിഷൻ. ഓർ യു ആർ റീഡിങ് എ സ്റ്റോറി ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് പേജ് യു ഗെറ്റ് ടു ചൂസ് വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് ബൈ ക്ലിക്കിംഗ് ഓൺ എ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. നമ്മളൊരു കഥ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാരഗ്രാഫ് കഴിഞ്ഞപ്പോൾ 2 ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസ് ഏതെങ്കിലും ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിൽ പോകുന്നു, വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ഓപ്ഷൻസ് തന്നുകൊണ്ട് കഥ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രൂപത്തിലായിരിക്കും എപ്പോഴും ഹൈപ്പർ ടെക്സ്റ്റുകൾ ഉണ്ടാവുക. ക്ലിക്കിംഗ് ഓൺ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ദാറ്റ് ലീഡ് യു ടു ഡിഫറെൻറ്റ് ഔട്ട്കംസ്. ദാറ്റ് ഈസ് ദ മാജിക് ഓഫ് ഹൈപ്പർ ടെക്സ്റ്റ്. അപ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക. നമ്മളൊരു വേർഡിൽ ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ചോയ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റൊരു കഥയിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഹൈപ്പർ ടെക്സ്റ്റ് ഈസ് ലൈക്ക് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ലീനിയർ, ഒരു ലീനിയർ ആയിട്ട് പോകുന്നതല്ല, ബട്ട് നോൺ ലീനിയർ ആയിട്ട് പോകുന്നതാണ്. ബട്ട് ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും, അതിനൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ലൈക്ക് എ വെബ് ഓഫ് വേർഡ്സ് ദാറ്റ് ആർ ലിങ്ക്ഡ് ടുഗദർ, allowing you to jump from one piece of content to another with just a click. ഒരു ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കണ്ടൻറ്റിൽ നിന്ന് മറ്റൊരു കണ്ടൻറ്റിലോട്ട് പെട്ടെന്ന് എത്തുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ലീനിയർ പ്രോഗ്രഷൻ എന്ന് പറയുന്ന സംഭവം അതിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആണ്. ഒരു പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു കഥയിലേക്ക് എത്തുന്ന രീതിയിൽ ഉണ്ടാകും. ഓക്കെ, ദീസ് ലിങ്ക്സ് ആർ കോൾഡ് ഹൈപ്പർ ലിങ്ക്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ ഇൻ്റർനെറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക്സ് എന്ന് വിളിക്കുന്നത്. മേക്കിംഗ് ഇറ്റ് പോസിബിൾ ഫോർ യു ടു എക്സ്പ്ലോർ ദ വാസ്റ്റ് വേൾഡ് ഓഫ് ഇൻഫർമേഷൻ ഓൺലൈൻ. ഈ ഓൺലൈനിലുള്ള വാസ്റ്റ് വേൾഡ് ഓഫ് ഇൻഫർമേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ബട്ട് ഡിഡ് യു നോ ദ ഹൈപ്പർ ടെക്സ്റ്റ് ഡിഡ്ന്റ് സ്റ്റാർട്ട് വിത്ത് ദ ഇൻ്റർനെറ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇൻ്റർനെറ്റോട് കൂടിയിട്ടല്ല ഹൈപ്പർ ടെക്സ്റ്റ് വന്നത്. ഇൻ്റർനെറ്റ് വരുന്നതിന് മുൻപും ഇവിടെ എന്തുണ്ടായിരുന്നു? ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് ഹൈപ്പർ ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇറ്റ് ആക്ച്വലി ഗോസ് ബാക്ക് ടു 1960s. നമ്മൾ നേരത്തെ പറഞ്ഞു 1965 എന്ന് പറഞ്ഞു. വെൻ ക്ലവർ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് കെയിം അപ്പ് വിത്ത് ദ ഐഡിയ ഓഫ് ക്രോസ് റെഫറൻസിങ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ക്രിയേറ്റിംഗ് ലിങ്ക്സ് ബിറ്റ്വീൻ ദം. കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകളാണ് ഈ ഒരു ക്രോസ് ആയിട്ട് റെഫർ ചെയ്യുന്നൊരു സംഭവം കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഈ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ലോകത്ത് ആദ്യമായിട്ട് വരുന്നത്. ദിസ് മെയ്ഡ് ഇറ്റ് ഈസി ടു ആക്സസ് ഇൻഫർമേഷൻ ക്വിക്ക്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. In fact, even before the internet, hypertext was used in software like dictionaries and encyclopedias to connect related articles or definitions. അപ്പം ഇൻ്റർനെറ്റ് വരുന്നതിന് മുമ്പ് തന്നെ വെബ്സൈറ്റുകളിൽ പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിക്ഷണറീസിലും ഹൈപ്പർ ടെക്സ്റ്റുകൾ ഡിക്ഷണറികളിലും എൻസൈക്ലോപീഡിയകളിലൊക്കെ കമ്പ്യൂട്ടർ ലോകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹൈപ്പർടെക്സ്റ്റ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ വേൾഡ് വൈഡ് വെബ്. അപ്പം ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത് നമുക്കറിയാം വേൾഡ് വൈഡ് വെബ് ഇൻ്റർനെറ്റ് വന്നതോട് കൂടിയിട്ടാണ്. ആസ് വി നോ ഇറ്റ് ടുഡേ വി മെയ്ഡ് ഇറ്റ് പോസിബിൾ ഫോർ വെബ്സൈറ്റ്സ് ടു ഹാവ് ക്ലിക്കബിൾ ലിങ്ക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ക്ലിക്കബിൾ ആയിട്ടുള്ള ലിങ്കുകൾ ഉണ്ടാക്കുകയും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു രൂപത്തിൽ മറ്റൊരു കഥയായിട്ട് മറ്റൊരു ലിങ്കിലേക്ക് മറ്റൊരു പേജിലേക്ക് മറ്റൊരു ബ്ലോഗിലോട്ട് എത്തുന്ന രീതിയിലേക്ക് ഈ ഒരു ഹൈപ്പർ ടെക്സ്റ്റ് മാറി. ദാറ്റ് കുഡ് ടേക്ക് യു ഫ്രം വൺ പേജ് ടു അനദർ ഓർ ഈവൻ ഫ്രം വൺ വെബ്സൈറ്റ് ടു അനദർ. ഒരു വെബ്സൈറ്റിൽ നിന്ന് മറ്റൊരു വെബ്സൈറ്റിലേക്ക് വരെ എത്തുന്ന അവസ്ഥയിലേക്ക് ഈ ഇൻ്റർനെറ്റ് നമ്മളെ ഹൈപ്പർ ടെക്സ്റ്റിനെ മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. It is what makes browsing the web so easy and convenient, allowing you to explore different topics, discover new ideas. പുതിയ ആശയങ്ങൾ പുതിയ ടോപ്പിക്കുകളൊക്കെ നമുക്ക് ഡിസ്കവർ ചെയ്യാനും മനസ്സിലാക്കാനുമുള്ളൊരു ഉപാധിയായിട്ട് ഒരു വഴിയായിട്ട് ഈ ഹൈപ്പർ ടെക്സ്റ്റ് മാറി. ദെൻ ആൻഡ് കണക്ട് വിത്ത് people from all over the world. And guess what? Hypertext is still widely used today, not just on the web but also
in many types of documents and spreadsheets. നമുക്കറിയാം ഓൺലൈൻ ലോകത്ത് മാത്രമല്ല സ്പ്രെഡ്ഷീറ്റിലും ഡോക്യുമെൻസിലും ഒക്കെ ഹൈപ്പർ ടെക്സ്റ്റുകൾ വരുന്നുണ്ട്. ഇറ്റ് ഈസ് എ പവർഫുൾ ടൂൾ ദാറ്റ് ഹെൽപ്സ് അസ് നാവിഗേറ്റ് ത്രൂ ലോങ് ടെക്സ്റ്റ്. ഒരു ലോങ് ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാണ്, മറ്റൊരു സംഭവം നാവിഗേറ്റ് ചെയ്യാനുള്ളൊരു എളുപ്പമാർഗ്ഗമായിട്ട് നമുക്ക് ഹൈപ്പർ ടെക്സ്റ്റിനെ യൂസ് ചെയ്യാൻ പറ്റും. ഫൈൻഡ് റെലവൻറ്റ് ഇൻഫോർമേഷൻ ആൻഡ് മേക്ക് കണക്ഷൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പീസസ് ഓഫ് കോണ്ടൻറ്റ്. So the next time when you come across a hyperlink while surfing the web, reading a document, remember that it is a hypertext at work, opening up a world of possibilities with just a click. It is like having a superpower that lets you travel through the digital realm and discover new worlds of knowledge and entertainment. ആനന്ദത്തിൻ്റെയും ഇൻഫോർമേഷൻ്റെയും അറിവിൻ്റെയും പുതിയൊരു ലോകം തുറന്നു തരുന്ന ഒരു ലിങ്കായിരിക്കും നമ്മൾ ചിലപ്പം ഓൺലൈൻ വെബ്സൈറ്റിൽ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു ലിങ്ക്, ഒരു ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ടെക്സ്റ്റിലുള്ള പേജ് നമ്പർ 138 പേജിൽ നിങ്ങൾക്ക് യു ക്യാൻ സീ എ QR code and or you can scan this QR code or click on the link below. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഇവിടെ മറ്റൊരു സ്റ്റോറി ഉണ്ട്, ആഫ്റ്റർനൂൺ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഈ ഗ്രീൻ ഈ ബ്ലൂ ലൈനിൽ കാണുന്ന ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നമ്മൾ മറ്റൊരു പേജിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദ ഗെയിം ഓഫ് ലൈഫ്. ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാണ് ചെയ്തത്. ഹൈപ്പർ ടെക്സ്റ്റ് നരേറ്റീവ് ബൈ നെയ്മി ബ്രെഡ്. ദെൻ ദ വെർച്വൽ റൈറ്റിംഗ് ട്യൂട്ടർ ഗ്രാമർ ചെക്കർ. ഇത് ദ വെർച്വൽ റൈറ്റിംഗ് ട്യൂട്ടർ ഗ്രാമർ ചെക്കർ എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഹൈപ്പർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. യു ക്ലിക്ക് ഓൺ ദ നെക്സ്റ്റ് ബട്ടൺ, ദെൻ യു ക്യാൻ സീ ദ ഗെയിം ഓഫ് ലൈഫ്. ഇതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡിൻ്റെ ഡീറ്റെയിൽസുകളാണ് ഇതിൽ ഒരുപാടുള്ളത്. ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും ഇത്. അതിൻ്റെ കാര്യം നമുക്കില്ല. Click on the next button, then there is a story. I choose the game of life. I choose my future college. അപ്പം ഇതിൽ ഗെയിം ഓഫ് ലൈഫ്, ജീവിതം എന്ന് പറയുന്നത് ഒരു കളിയാണ് അല്ലേ. ദ ഗെയിം ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ കളി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ഇതിനൊരു സ്റ്റോറി, ആദ്യത്തെ സ്റ്റോറി ഐ ചൂസ് മൈ ഫ്യൂച്ചർ കോളേജ് എന്നാണ്. നൗ ഇറ്റ് ഈസ് മൈ ടേൺ ടു പ്ലേ ആൻഡ് ഡിസൈഡ് വേർ ഐ വാണ്ട് ടു സ്റ്റഡി. ഇപ്പോൾ ഇതെൻ്റെ അവസരമാണ്, ഞാൻ എവിടെയാണ് പഠിക്കേണ്ടത്. ഐ ഹാവ് ടു മേക്ക് മൈ ഓൺ വേ, ഞാൻ എൻ്റെ സ്വന്തം വഴി കണ്ടെത്തണം. ഐ ഓൾസോ ബിലീവ് ഇൻ ഡെസ്റ്റിനി. നൗ 2 ചോയ്സസ് ഓഫർ ടു മീ. എനിക്ക് 2 ചോയ്സസുകൾ എൻ്റെ മുൻപിലുണ്ട്. I want to go in natural science at college. എനിക്ക് കോളേജിൽ നാച്ചുറൽ സയൻസ് പഠിക്കണം. The first is in the Saint Jerome College. I have a lot of friends. ഒന്നാമത്തേത് സെയിൻറ്റ് ജെറോം കോളേജാണ്. അവിടെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. who go there and teachers are funny. However, it takes me 1 hour to go there. പക്ഷേ എനിക്ക് ഫ്രണ്ട്സും സുഹൃത്തുക്കളും ടീച്ചേഴ്സൊക്കെ ഫണ്ണിയൊക്കെയാണ് അവിടെ. പക്ഷേ എനിക്ക് അവിടേക്ക് പോകാൻ 1 മണിക്കൂർ വീട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ ചോയ്സ് ഇതാണ്. മൈ നെക്സ്റ്റ് ചോയ്സ് ഈസ് ലയണൽ ഗ്രലെക്സ് കോളേജ്. ഐ നോ സം പീപ്പിൾ ആൻഡ് സയൻസ് ലാബ്സ് ആർ മോഡേൺ. ഈ സെക്കൻഡ് കോളേജ് ലയണൽ ഗ്രലെക്സ് കോളേജിൽ അവിടെ സയൻസ് ലാബ് ഉണ്ട്, അതൊക്കെ മോഡേൺ ആണെന്നൊക്കെ എനിക്കറിയാം. ദ എക്സ്പെരിമെൻറ്റ്സ് ആർ ഇൻട്രസ്റ്റിംഗ്. ഹൗവർ ഇറ്റ് വിൽ ടേക്ക് മീ ലിറ്റിൽ ബിറ്റ് മോർ ദാൻ 1 hour ടു ഗോ ദർ. ആദ്യം പറഞ്ഞ കോളേജിൽ നിന്ന് 1 മണിക്കൂറിൽ അധികമുണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ. അപ്പം ഞാനിനി എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ സീ ഹിയർ ചോയ്സ് 1 ചോയ്സ് 2 ലിങ്ക് കാണാൻ പറ്റും അല്ലേ. ആ ഒരു ബ്ലൂ മാർക്കുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഐ ഗോ ടു സെയിൻറ്റ് ജെറോം കോളേജ്, സെക്കൻഡ് ഐ ഗോ ടു ലയണൽ ഗ്രലെക്സ് കോളേജ്. അപ്പോൾ നിങ്ങൾ രണ്ടും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം, ബാക്ക് അടിച്ച് വന്നാൽ മതി. ഇനി ഈ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളേജിൻ്റെ സ്ട്രക്ചറും കിട്ടും, കോളേജിൻ്റെ ഡീറ്റെയിൽസും കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ ചോയ്സ് 1 നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. 2 ചോയ്സിലും കിട്ടും. ചോയ്സ് 1 ക്ലിക്ക് ചെയ്യാം. അപ്പം ഐ ഗോ ടു സെയിൻറ്റ് ജെറോം കോളേജ്. അപ്പോൾ ഇത് മറ്റൊരു സ്റ്റോറിയായി. ആദ്യത്തേത് സ്റ്റോറിയായി, ഞാനിങ്ങനെ കോളേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഓതർ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ റീഡർ പറയുന്നത്. ദെൻ ആദ്യത്തെ ചോയ്സ് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഐ ഗോ ടു സെയിൻറ്റ് ജെറോം കോളേജ്. ഐ ടേക്ക് ദ വേ ടു സെയിൻറ്റ് ജെറോം കോളേജ്. ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് കോളേജ്.
then I have less time at college but I have a lot of homework and study. കുറച്ച് സമയം കോളേജിലുള്ളൂ, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. മൈ ഫ്രണ്ട്സ് പാർട്ടി ഈച്ച് വീക്കെൻഡ്, എനിക്ക് ഫ്രണ്ട്സുമായിട്ട് വീക്കെൻഡിൽ പാർട്ടികൾക്ക് ഞാൻ ചായ കുടിക്കാൻ പോകുന്നുണ്ട്, റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട്, അതാണ് പാർട്ടി. ആൻഡ് ഡിസൈഡ് ടു ഗോ വിത്ത് ദം, വിച്ച് മൂവ് ഐ ഡു നെക്സ്റ്റ്, ഞാൻ ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത്. അപ്പം എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ വീക്കിലിയിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് കറങ്ങാൻ പോവാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യണം. അപ്പോൾ ചോയ്സ് 1 and 2 അഗെയിൻ ഹിയർ. ഇവിടെ നിങ്ങൾക്കൊരു ഇമേജും കാണാൻ പറ്റും, സെയിൻറ്റ് ജെറോം കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ ചോയ്സ് 1 ഐ ഡു മൈ ഹോംവർക്ക് ആൻഡ് സ്റ്റഡി. ചോയ്സ് 2 ഐ പാർട്ടി വിത്ത് മൈ ഫ്രണ്ട്സ് ഈച്ച് വീക്കെൻഡ്. അപ്പോൾ നമുക്കിവിടെ ചോയ്സ് 2 ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ചോയ്സ് 2 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഐ ആം ഹാപ്പി ടു സീ മൈ ഫ്രണ്ട്സ്, ഓൾസോ ഐ മേക്ക് സം അതർ, however I have time management, I pass my courses but I don't have big grades. ഞാൻ കോഴ്സൊക്കെ പാസ്സാകുന്നുണ്ട്, സുഹൃത്തുക്കളോട് കറങ്ങിയെടുക്കുന്നുണ്ട്, വീക്കിലി ടൈം പാസ് ചെയ്യുന്നുണ്ട്, പക്ഷേ വലിയ ഗ്രേഡും മാർക്കുകളൊന്നും എനിക്കില്ല. സോ ഐ നീഡ് ടു മേക്ക് എ ചോയ്സ്, വൺ വേ ടു ഗെറ്റ് മീ ടു ദ സ്കൂൾ ആൻഡ് ദ അതർ ഗെറ്റ്സ് മീ ടു ഓൺ ദ ജോബ് ട്രെയിനിങ്. ഒന്നെങ്കിൽ എനിക്ക് സ്കൂളിലേക്ക് തന്നെ തിരിച്ചു പോവാം, അല്ലെങ്കിൽ ഒരു ജോബ് ട്രെയിനിങ് എന്നാണ്. അപ്പോൾ ചോയ്സ് 1 and 2 ഐ ടേൺ ലെഫ്റ്റ്, ഐ ടേൺ റൈറ്റ്. അപ്പോൾ നമുക്കിവിടെ ഒരു ചോയ്സ് 2 എന്നൊന്ന് കൊടുത്തു നോക്കാം. ദെൻ ഐ ടേൺ റൈറ്റ്. അപ്പം ചോയ്സ് 2ൽ ഞാൻ വലത്തോട്ട് തിരിയുന്നു എന്നാണ്. ഐ ഡ്രോപ്പ് ഔട്ട് ഓഫ് സ്കൂൾ ടു ലീവ് മൈ ലൈഫ്. അപ്പോൾ ഞാൻ ഇനി സ്കൂളിലേക്കല്ല പോകുന്നത്, ഞാനൊരു സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയതാണ്. ഡ്രോപ്പ് ഔട്ടായിട്ട് ഞാൻ എൻ്റെ ജീവിതം ജോലിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ടു സ്കൂൾ ബിക്കോസ് ഐ തിങ്ക് ഇറ്റ് ഈസ് ബോറിങ്. എനിക്ക് സ്കൂളിൽ പോകേണ്ട കാര്യമില്ല, ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ല. Then and jobs, if I meet people of human resources, I can try to find job if I meet people of human resources. This HR എന്ന് പറഞ്ഞാൽ human resource will do background check and it will do the leg work for me. They can find a vacant position for me in a good place. Do I choose this card? അപ്പോൾ ഞാൻ HR-ലെ ആൾക്കാരെ കാണാം, അവരെനിക്ക് വേണ്ടി ഒരു ജോലി തരുമായിരിക്കും എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. HR-കാരെ എനിക്കൊരു ജോലി തരുമായിരിക്കും, അവരൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ചോയ്സ് 1, ചോയ്സ് 2 ഐ വിസിറ്റ് ദ HR മാനേജർ, ഓർ ഐ വിസിറ്റ് ചോയ്സ് 2 ഐ ഡോണ്ട് വിസിറ്റ് ദ HR. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നില്ല, അപ്പോൾ ഐ ഡോണ്ട് വിസിറ്റ് HR. അങ്ങനെയാണെങ്കിൽ ചോയ്സ് 2ൽ എന്താണ് സംഭവിക്കുക? ക്ലിക്ക് ഓൺ ദ ചോയ്സ് 2. ഐ ഡോണ്ട് വിസിറ്റ് ദ HR. ഐ ലൈക്ക് ദിസ് വേ, ഐ ആം ലേസി ആൻഡ് ഐ ടേക്ക് ഈസിയസ്റ്റ് വേ ഐ കാൻ. ഞാൻ മടിയനാണ്, അതുകൊണ്ട് ഈസി ആയിട്ടുള്ള വഴിയാണ് എടുക്കുന്നത്. ഇവിടെ യു ക്യാൻ സീ ഹിയർ എ ഇമേജ് ഓൾസോ ഓഫ് ദ റോഡ്. ഐ ഡോണ്ട് കെയർ ഹൗ മച്ച് മണി ഐ ഡു. ദെൻ ദ ഓൺലി തിങ് ഐ വാണ്ട് ഈസ് ടു ബി കംഫർട്ടബിൾ. എനിക്ക് ജീവിതത്തിൽ അതൊന്നും വേണ്ട, ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക, അതുകൊണ്ട് ലേസിയാണ്. ലൈക്ക് ദാറ്റ് ഐ എൻജോയ് ലൈഫ്. ഞാൻ എൻജോയ് ചെയ്യുന്നു, എനിക്ക് അത്ര വലിയ ഇതൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്നാണ് ഇവിടെ ഇതെന്ന് തീരുമാനിക്കുന്നത്. ദെൻ ചോയ്സ് 1 ഇവിടെ ഒരു എൻഡ് കൊടുത്തിട്ടുണ്ട്. എന്താ, നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ദ എൻഡ്. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ ഗെയിം ഓഫ് ലൈഫ്. ഐ നോട്ടീസ്ഡ് ഹൗ മച്ച് എ ഡിസിഷൻ ക്യാൻ ചേഞ്ച് ദ കോഴ്സ് ഓഫ് മൈ ലൈഫ്. നമ്മുടെ ജീവിതത്തിലൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ മാറ്റിമറിക്കാം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഓൾ ദ ഡിസിഷൻസ് ഐ ടേക്ക് മൈ യുണീക്ക്. I start at the same box. In addition, despite the choices and directions I can take, I always arrive at the same destination. അങ്ങനെ തുടങ്ങിയിട്ട് തന്നെ തിരിച്ചെത്തി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. I think I learned a lesson from this game. I like to believe that all the pawns of people like me are coming and will go to the same destination sooner or later. So, despite the color, shape or popularity of the pawn, then they are all the same after all. I am not concerned with the physique or the course of the pawn shop. I write this hypertext narrative to imagine what kind of dilemma I can face in my life. Also, I see that some decisions are oriented towards the field of physiotherapy. Thus, the program interests me, and I believe that in the light of this observation, I will really apply to become a physiotherapist. അപ്പോൾ അദ്ദേഹം പഠിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തോ ചോയ്സ് എടുത്ത സ്ഥലത്തോ ഒന്നല്ല അദ്ദേഹം എത്തിപ്പെട്ടത്. അവസാനം അദ്ദേഹം തീരുമാനിച്ചു, എനിക്കൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആവണം എന്ന് തീരുമാനിക്കുന്നു. ദെൻ അഗെയിൻ യു ക്യാൻ സീ ചോയ്സ്, ഐ ചൂസ് മൈ ഫ്യൂച്ചർ കോളേജ്. അപ്പം നമ്മുടെ ഇദ്ദേഹം ഫിസിയോതെറാപ്പിസ്റ്റ് ആവാൻ എത്തിയ ഈ കഥയിൽ
യു ക്യാൻ സി പോൺ എന്ന് പറയുന്നൊരു വാക്കാണ്, PAWNS. പോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പണയം വെക്കുക എന്ന അർത്ഥമുണ്ട്. പിന്നെ ചതുരംഗ കളി എന്നുള്ള അർത്ഥവുമുണ്ട് അല്ലെ, ചെസ്സ് കളി. അവസാനം നമ്മൾ എത്തിയിട്ട് തന്നെ തിരിച്ചെത്താനാണ് ശരിക്കും പോൺ എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ചൂസ് വൺ, എന്താണ് ചൂസ് വൺ. ഐ ഗോട്ട് സെയിൻറ്റ് ജെറോം കോളേജ്. വീണ്ടും എൻഡിൽ നിന്ന് നമ്മൾ തുടക്കത്തിലോട്ട് തന്നെ എത്തി. ഓക്കെ, ഇങ്ങനെയാണ് എത്തിയിരിക്കുന്നത്. നമുക്കിനി ചോയ്സ് 2 ഒന്നിവിടെ ക്ലിക്ക് ചെയ്ത് വെക്കാം. ചോയ്സ് 2, ഐ ഗോട്ട് ടു ലയണൽ ഗ്രലസ് കോളേജ്. ഐ ടേക്ക് ദ വേ ടു ദിസ് കോളേജ്. സ്കൂൾ ബിഗിൻ ആൻഡ് ഐ മേക്ക് my stuff done on time. I worked in school and I saw post it with an offer volunteering abroad. I am not really sure what I want to do after college. Maybe it is my opportunity to find my purpose or to know more about myself. However, I will lose my part-time job and I will interrupt my studies. Then choose one. I go to volunteering abroad. But then വളണ്ടിയർ ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി വിദേശത്ത് പോവണ്ടേ എന്നുള്ളതൊക്കെ പറയുന്നു. ദെൻ ചൂസ് 1 ഒന്ന് കൊടുത്തു നോക്കുക. ആ വളണ്ടിയറിങ് എബ്രോഡ്. I go to volunteering abroad. 2 years have passed and I have to decide what I do next. And I return home or I study here to help other people. ഞാൻ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകണോ അതല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ജനങ്ങളെ സേവിക്കണം. ഓൾസോ ഐ മീറ്റ് എ ഗുഡ് ഗൈ. ഹീ ഹെൽപ്സ് മീ ആൻഡ് ഐ ഹാവ് സോ ഫൺ വിത്ത് ഹിം. ഞാനൊരു പുതിയ സുഹൃത്തിനെ കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്നെ സഹായിക്കും. എനിക്ക് അദ്ദേഹമായിട്ട് നല്ല ഫണ്ണ്, അതായത് എൻജോയിങ് വിത്ത് ഹിം എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ഫണ്ണി മൊമെൻറ്റ്സ്. ദെൻ ചോയ്സ് 1, ഐ കണ്ടിന്യൂ ടു ഹെൽപ്പ് പീപ്പിൾ ഓർ ഐ റിട്ടേൺ ടു ഹോം. നമുക്ക് ചോയ്സ് 2 ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചോയ്സ് 2, ഐ റിട്ടേൺ ടു ഹോം. ഐ റിട്ടേൺ ഹോം ടു സീ മൈ ഫാമിലി ആൻഡ് മൈ ഫ്രണ്ട്സ്. ആൻ ഓർഗനൈസേഷൻ ഓഫേഴ്സ് മീ എ ജോബ് ദാറ്റ് ഇൻവോൾവ്സ് മീറ്റിംഗ് വിക്ടിംസ് ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ്. എനിക്കിവിടെ ഒരു ഓർഗനൈസേഷൻ ഒരു ജോലി ഓഫർ ചെയ്തിട്ടുണ്ട്. എന്താണ്, സെക്ഷൽ ഹറാസ്മെൻറ്റിന് വിധേയമാക്കപ്പെട്ട കുറച്ച് ആൾക്കാരെ കാണുക, അവരെ സഹായിക്കുക. ഐ മസ്റ്റ് എക്സ്പ്ലെയിൻ ടു ദം ഹൗ ദ പെർപെട്രേറ്റേഴ്സ് ആക്ട്. നോർമലി എന്താണ് ഇവരെ സഹായിക്കുന്ന ആക്ട് എന്താണെന്നുള്ള അവരോട് എക്സ്പ്ലെയിൻ ചെയ്യണം. നോർമലി ഇറ്റ് ബിഗിൻസ് വിത്ത് എ ഫ്ലിർട്ടേഷൻ. അതായത് എങ്ങനെയാണ് ഈ ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് നടക്കുന്നത്, അതാണ് പെർപെട്രേറ്റേഴ്സ് ആക്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിൽട്രേഷൻ എങ്ങനെയാണ് ഇത് ഈ സെക്ഷൽ ഹറാസ്മെൻറ്റിലേക്ക് എത്തുന്നത്, മറ്റുള്ളവരെ യൂളജൈസ് ചെയ്തുകൊണ്ട് വെറുതെ ഫ്ലേർട്ട് ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ദേ ഡിറ്റർ their victims to talk when they misconduct themselves. Then ചോയ്സ് 1, ഐ ആക്സെപ്റ്റ് ദ ജോബ്, ഐ ഡോണ്ട് ആക്സെപ്റ്റ് ദ ജോബ്. അപ്പോൾ ഇവിടെ ഈ ജോലി, ഈ ഓർഗനൈസേഷൻ ഓഫർ ചെയ്ത ജോലി ഇദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഈ ഹൈപ്പർ ടെക്സ്റ്റ് സംഭവിക്കുന്നത്? ഐ വാണ്ട് ടു ഹെൽപ്പ് ദീസ് പീപ്പിൾ ആൻഡ് ടു ഷോ ദം ദേ ആർ നോട്ട് എലോൺ. മൈ ഗോൾ ഇൻ ലൈഫ് ഈസ് ടു മേക്ക് പീപ്പിൾ ഹാപ്പി. എൻ്റെ ജീവിതം ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ചോയ്സ് 1, ദ എൻഡ്. ദ എൻഡിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ ഗെയിം ഓഫ് ലൈഫ് ഐ നോട്ടീസ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും രണ്ടാമത്തെ ചോയ്സ് നമ്മൾ എടുത്തപ്പോൾ അതിൻ്റെ എൻഡിങ് എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ്. ഇതാണ് ഡിസിഷൻ ക്യാൻ ചേഞ്ച് കോഴ്സ് ഓഫ് ലൈഫ്. ഓൾ ദ ഡിസിഷൻസ് ടേക്ക് me unique. I start with the same box. In addition, despite choices and directions I can take, I always arrive at the same destination. ഇത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സെയിം ഡെസ്റ്റിനേഷൻ ഐ വിൽ റിയലി അപ്ലൈ ടു ബിക്കം എന്താണ് ഫിസിയോതെറാപ്പിസ്റ്റ്. ദെൻ ഇവിടെ വീണ്ടും ഒരു ചോയ്സ് ഉണ്ട്. ചോയ്സ് 1 അഗെയിൻ ഗോസ് ബാക്ക് ടു ദ ഫസ്റ്റ് പേജ് ഓഫ് ദ നമ്മളെ ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ പേജിലേക്ക് തന്നെ തിരിച്ച് എത്തിയിരിക്കുന്നു. ഇതിനാണ് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് സ്റ്റോറീസ് എന്നാണ് ഇതിന് പറയുന്ന പേര്. അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് ഹൈപ്പർ ടെക്സ്റ്റുകൾ ലിറ്ററേച്ചറിൽ വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 138 ഒരുപാട് സ്റ്റോറികൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർനൂൺ എ സ്റ്റോറി ബൈ മിക്കേൽ ജോയ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാച്ച് വർക്ക് ഗേൾ ബൈ ഷെല്ലി ജാക്സൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഉദയനാണ് താരം, മെറ്റാഫിലിം അല്ലേ, മെറ്റാഫിക്ഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കഥയെക്കുറിച്ചിട്ടുള്ള മറ്റൊരു കഥ. ഓക്കെ, നോൺ ലീനിയർ പ്രോഗ്രഷനിൽ എഴുതപ്പെട്ട കഥ ദ ഗാർഡൻ ഓഫ് ഫോക്കിംഗ് പാത്ത് ബൈ ജോർജ് ലൂയിസ് ബോർഗസ് എഴുതിയിരിക്കുന്നത്. പിന്നെ മാജിക്കൽ റിയലിസം വരുന്ന ദ കളർ മാസ്റ്റർ ബൈ എയ്മി ബെൻഡർ എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുന്നത്. പിന്നെ ദ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്നതിൻ്റെ ഒരു എപ്പിസോഡ് ഇതിൽ നിങ്ങളോട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ സജസ്റ്റഡ് ആയിട്ട് പറഞ്ഞ അഡീഷണൽ ആക്ടിവിറ്റിയാണ്.
മെറ്റാഫിക്ഷൻ ആൻഡ് റിക്രിയേറ്റ് ദാറ്റ് ഇൻ ടു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് സ്റ്റോറി. നിങ്ങളോട് മെറ്റാഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയെ പറ്റിയിട്ടുള്ളൊരു കഥയ്ക്കുള്ളിലെ മറ്റൊരു കഥ, അതിനാണ് നമ്മൾ മെറ്റാഫിക്ഷൻ, മെറ്റാഫിലിം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ലിറ്ററേച്ചറിൽ വരുന്ന സംഭവം. ഇലക്ട്രോണിക് ലിറ്ററേച്ചർ ഹൈപ്പർ ടെക്സ്റ്റ് എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ് മീ.